മുൻ ആരോഗ്യമന്ത്രി ശ്രീ വി എസ് ശിവകുമാർ കൂടി ടെലിഫോണിലായിട്ടുണ്ട്. ശ്രീ വി എസ് ശിവകുമാർ, താങ്കളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്, അത് ശരിവെക്കുന്ന CAG റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കോവിഡ് കാലത്ത് ഇത്തരത്തിലേക്ക് പണം അധികം നൽകിയാണെങ്കിലും മനുഷ്യജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രയോറിറ്റി എന്നുള്ള ആ വാദം അതിപ്പോഴും ഉയർത്തുകയാണ് CPIM. അത് യഥാർത്ഥത്തിൽ ഒരു ഇതിനവസരമായി കണ്ടുകൊണ്ട് അവര് ഇതിനകത്തൊരു വലിയ അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് ഇപ്പോൾ CAG റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുന്നില്ലേ. കേരളത്തിലെ ഗവൺമെന്റിന് 10 കോടിയിൽ പരം രൂപ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. അത് അങ്ങനത്തെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ ആ സമയത്ത് ഈ വിലയ്ക്ക് PPE കിറ്റുകൾ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വം ഇത് അഴിമതി നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയത്. പിന്നെ ധനകാര്യ വകുപ്പ് അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പ് ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള അവർ അന്വേഷണം നടത്തിയാൽ പിന്നെ അവർ അതിനകത്ത് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് സാധാരണ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇവിടെ ഈ ആരോഗ്യ വകുപ്പ് അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇവരുടെ ഒരു PR ഏജൻസികളുടെ പബ്ലിസിറ്റിയും പ്രൊപ്പഗാൻഡയും കൊണ്ട് ഇതെല്ലാം എന്തൊക്കെ ആണെന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ആരോഗ്യ വകുപ്പിന്റെ സ്ഥിതി എന്താണ്? ഇപ്പോ കഴിഞ്ഞ വർഷം ഇപ്പൊ കോവിഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് കേരളത്തിലാണെന്ന് പത്രമാധ്യമങ്ങളിൽ ഞാനിവിടെ കണ്ടു. അപ്പൊ ഇത് ആ സമയത്ത് തന്നെ പിന്നെ കേരളത്തിലെ വളരെയധികം ആളുകൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു സംസ്ഥാനമായി അന്ന് കേരളം മാറി. എന്തൊരു ഭീഷണിയായിരുന്നു. ആരോഗ്യ വകുപ്പ് ആ സമയത്ത് തന്നെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ CAG റിപ്പോർട്ടിൽ ഈ കാര്യം പറഞ്ഞതോടൊപ്പം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. CAG റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ. അതെ, ഇതിലിപ്പോൾ അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇങ്ങനെ ഒരു കരാർ നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. ഈ CAG റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ പ്രതിപക്ഷം ഇനി എങ്ങനെയായിരിക്കും ഇതിൽ ആരോപണവുമായി മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് ആരോപണം കടുപ്പിക്കുന്നത്? ശ്രീ വി എസ് ശിവകുമാർ. അത് ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു സമയത്ത് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. നിഷ്പക്ഷമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. എങ്ങനെയാണ് ഇത്തരത്തിൽ വില കൂട്ടി 3 ഇരട്ടി വില കൊടുത്ത് ഇത് വാങ്ങി എന്നുള്ളതിനെ കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആരോഗ്യ വകുപ്പിലെ പല കാര്യങ്ങളെ കുറിച്ചും പരാമർശമുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജുകൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജുകൾ ഇല്ലായിരുന്ന എല്ലാ ജില്ലകളിലും നമ്മൾ മെഡിക്കൽ കോളേജുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന്റെ പരാമർശം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അതെ, ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തിന് കാരണം KMSCLന്റെ പിടിപ്പുകേടാണ് എന്നതടക്കം ഈ റിപ്പോർട്ടിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. 26 സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകി എന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുണ്ട്. 14 വിതരണക്കാരുടെ ഒറ്റ മരുന്നിന്റെ പോലും ഗുണനിലവാരം പരിശോധിച്ചിട്ടില്ല എന്നൊക്കെയുള്ള വിലയിരുത്തൽ. ഇതെല്ലാം KMSCLന്റെ കൂടി ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെയാണ് റിപ്പോർട്ടിൽ കാര്യങ്ങളുള്ളത്. ഏതായാലും സർക്കാരിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് അറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ വി എസ് ശിവകുമാർ പ്രതികരിച്ചത്. അതെ, ഇപ്പോൾ CAG റിപ്പോർട്ട് ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ ആയുധമാക്കി പുതിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ പാർട്ടി പ്രതിപക്ഷം തുടങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പാർട്ടി എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള കാര്യവും കണ്ടു തന്നെ അറിയണം.